ട്രിവാൻഡ്രം ശ്രീകാര്യത്ത് ഡിസൈൻ പാറ്റേൺസ് നിർമ്മിച്ച മോഡേൺ കണ്ടംപററി സ്റ്റൈലിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കയറി വരുമ്പോൾ തന്നെയുള്ള ഫൊയെ ഏരിയ ആണിത്. ജസ്റ്റ് ഒരു റാക്ക് കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫോമൽ ലിവിംഗ് ആണ്. ഡബിൾ ഹൈറ്റിൽ ഫുൾ ലെങ്ത്തിൽ ടഫിൻ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ തേക്ക്വുഡിലാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഹൗസിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫ്ലോട്ടിംഗ് സ്റ്റെപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് ജിയെ വെച്ചിട്ട്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് വൺ സൈഡ് ഗ്ലാസ് വിത്ത് തേക്ക്വുഡ് ആണ്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ജിയെ റോഡ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫാമിലി ലിവിംഗ് ആണ്. ആ ഒരു സൈഡ് എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയ ആണ്. TV യൂണിറ്റിന് വേണ്ടിയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെയിൽ എന്ന് പറയുന്നത് വുഡൻ പാറ്റേൺ ആണ്. മാത്രമല്ല ഒരു സാറ്റിൻ ഫിനിഷ് ടെയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ്ങിലുള്ള വാഷ് ഏരിയ ആണെങ്കിൽ സ്പേസിനെ എഫക്ട് ചെയ്യാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഓപ്പൺ വിത്ത് ഐലൻഡ് കിച്ചൺ ആണ്. ഇവിടെ ഒരു ഗ്രേ വൈറ്റ് ആ ഒരു തീം കളറിലാണ് ചെയ്തിരിക്കുന്നത്. ടെയിൽ മാറ്റ് ഫിനിഷ് ആണ്. ഇത് കണ്ടോ, ഒരു നാനോ വൈറ്റ് സ്ലാബാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ ആണെങ്കിലും മൈക്രോവേവ് ഓവൻ ആണെങ്കിലും ഇതൊക്കെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് വർക്ക് ഏരിയയും സ്റ്റോറേജ് സ്പേസും. ഡൈനിങ് ഏരിയയിൽ നിന്ന് അതിമനോഹരമായ പാച്ച് ഏരിയക്കുള്ള എൻട്രി ആണ്. ഈ ഒരു സ്റ്റെയർ ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ്. ഫഗോള CNC ഡിസൈൻ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൈറ്റ് സൈഡിൽ ഡബിൾ ഹൈറ്റ് വ്യൂ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹോം തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ആണിത്. ഇതിന്റെ തീം കളർ വന്നിരിക്കുന്നത് വൈറ്റും ഗ്രേയും തന്നെയാണ്. ഈ ഒരു ഫ്രണ്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം. എലിവേഷനിൽ കാണുന്നത് പോലെ തന്നെ ഹൊറിസോണ്ടൽ ഷേപ്പിൽ ഒരു ഫിക്സഡ് ഗ്ലാസ് വിൻഡോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഈ ഒരു സൈഡിലായിട്ട് ഒരു ഓപ്പൺ വിൻഡോ ഉണ്ട്. പിന്നെ എല്ലാ റൂമിലും ഉള്ളതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. ഫസ്റ്റ് ഫ്ലോറിലെ ഫ്രണ്ട് വ്യൂ കിട്ടുന്ന ബാൽക്കണിയാണ്. SS ഫിനിഷ് ഹാൻഡ് റീലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ പ്രൊഫൈൽ ടക്കർ വാളാണ്. അരുണാമൃതത്തിലെ അരുൺ സാർ ഫാമിലിയാണിത്. ഹായ് സർ. വീടെന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്. ഡിസൈൻ പാറ്റേൺസ് ആദ്യം തന്നെ ഒരു 3D എലിവേഷൻ തന്നിട്ടുണ്ടായിരിക്കും. അവര് ആ ഒരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വീടിന്റെ ആ ഒരു ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോൾ സാറും മാമും ഒക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെയാണോ വന്നത്? ബിക്കോസ് ഞാൻ ഈ ഒരു വീടിന്റെ ഓരോ ഏരിയയും അത്രയ്ക്ക് ആസ്വദിച്ചാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു ടൈമിൽ സാറിന് എന്താ പറയുള്ളത്? അതെ, അതുപോലെ തന്നെയാണ് 3D നിങ്ങൾ 3D കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് വീട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോഴും വന്നിട്ടുള്ളത്.
എക്സാക്റ്റ് അതേപോലെ തന്നെ എല്ലാം ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ആയാലും എല്ലാം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ പാറ്റേൺസിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ മിനിമലിസ്റ്റിക് മോഡേൺ ആയിട്ടുള്ളൊരു വീടാണ് താല്പര്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനീഷ്യലി കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു, കുറേ പേരെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഡിസൈൻ പാറ്റേൺസിൻ്റെ മോഡൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്, പുള്ളി ഈ ഡിസൈൻ പാറ്റേൺസിൻ്റെ പാർട്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളി വഴിയാണ് കോൺടാക്ട് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോഡേൺ അപ്രോച്ച് തന്നെ അവർ ഇനീഷ്യലി തന്നെ അവർ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു. അതിൻ്റെ എലിവേഷൻ തന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ബാക്കി ഇൻറ്റീരിയറും എല്ലാം അതേപോലെ തന്നെ ചെയ്യുന്നുള്ള ഉറപ്പിൽ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. സാറിന് ഈ ഒരു വീടിന്റെ ഓരോ ഏരിയയും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സ്പേസ് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എനിക്ക് വന്നപ്പോൾ ആദ്യം സ്ട്രൈക്ക് ചെയ്തത് ഈ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റെപ്പ് ആണെങ്കിലും സാധാരണ പൂജാമുറിയായിട്ട് കാണും, പക്ഷെ എന്നാൽ ഒരു അടവ് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. എന്നാൽ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കോട്ടയാട് ഏരിയ ആണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഏരിയ ആണ്. പിന്നെ ആ വ്യൂ, ഫ്രണ്ട് ഫോർമൽ ലിവിംഗ് എന്നുള്ള മുകളിലേക്കുള്ള ഒരു വ്യൂവും കൂടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. സാറിന്റെ കൂടെയുള്ള ഫേവറേറ്റ് സ്പേസ്? എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്പേസ് എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയണം ഒരു ഭാഗം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം, അത് സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസ് വളരെ മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മാമിനാണെങ്കിലോ? എനിക്ക് ആ ഔട്ടർ പാച്ചുവൽ ബുദ്ധൻ്റെ അവിടെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരു സീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്ത് ഒരു കോഫിയൊക്കെ വെച്ച് കുടിച്ച അടിപൊളിയായിരുന്നു. എനിക്ക് ആ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ സാർ, എനിവേ താങ്ക് യു സോ മച്ച്. ഡിസൈൻ പാറ്റേൺസിൻ്റെ എല്ലാവിധ ആശംസകളും. സാറും മാമും ഒക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഈ ഒരു വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.